മൃത്യുവിനെ അതിജീവിക്കുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മഹാമന്ത്രം. അപമൃത്യു, അകാലമൃത്യു, മാറാവ്യാധികൾ, അകാരണമായ മൃത്യുഭയം, അപകടങ്ങൾ എന്നിവയിൽ നിന്നും മോചനവും മനക്കരുത്തും പ്രദാനം ചെയ്യുന്ന മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. കേവലം മൃത്യുവിനെ ജയിക്കാനുള്ള മന്ത്രമായി ഇത് തെറ്റിദ്ധരിക്കാതിരിക്കുക. ഋഗ്വേദത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു മന്ത്രമാണിത്. ഇതിൽ ഭഗവാൻ ശിവശങ്കരനെയാണ് സ്തുതിക്കുന്നത്. മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ മരണത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ മന്ത്രം യജുർവേദത്തിലും ആവർത്തിക്കുന്നു. രുദ്രമന്ത്രം, ത്രയംബകമന്ത്രം എന്നീ നാമങ്ങളിലും ഈ മന്ത്രം അറിയപ്പെടാറുണ്ട്. പരമരഹസ്യമായിരുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രം മാർക്കണ്ഡേയ മഹർഷി മുഖാന്തിരമാണ് ലോകമറിയുന്നത്. ലോകത്തിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം അറിഞ്ഞിരുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു ഋഷി മാർക്കണ്ഡേയൻ. ഒരിക്കൽ ദക്ഷശാപഫലമായി രോഗിയായിത്തീർന്ന ചന്ദ്രദേവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി മാർക്കണ്ഡേയ മഹർഷി മഹാമൃത്യുഞ്ജയ മന്ത്രം ദക്ഷപുത്രിയായ സതിക്ക് നൽകുകയായിരുന്നു. ഇപ്രകാരമാണ് രഹസ്യമായിരുന്ന മന്ത്രം ലോകമറിഞ്ഞത്. രോഗങ്ങൾ മാറാനും ദീർഘായുസ്സിനും ബഹുവിശേഷമാണ് ഈ മന്ത്രജപം. വിപരീത ഊർജത്തെ പുറന്തള്ളി ഉള്ളിലുള്ള പ്രാണശക്തിയുടെ ബലം വർദ്ധിപ്പിക്കാൻ ഈ മഹാമന്ത്രം സഹായിക്കുന്നു. ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്നാണിത്. അതിനാൽ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ ശുദ്ധി പാലിക്കണം എന്നാണ് പ്രമാണം. ഗുരുമുഖത്തു നിന്ന് ഉപദേശം തേടി ജപിക്കുന്നതാണ് ഉത്തമം. എന്നാൽ തെറ്റുകളില്ലാതെ അർത്ഥം മനസ്സിലാക്കി ജപിക്കാൻ സാധിക്കുന്നവർക്ക് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് ജപിച്ചു തുടങ്ങാം. 108 തവണയോ 1008 തവണയോ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. സൗകര്യാർത്ഥം 3, 10 എന്നിങ്ങനെയും ജപിക്കാവുന്നതാണ്. കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഈ മന്ത്രം ദിവസേന ജപിക്കുന്നത് ഗുണകരമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. മന്ത്രം ജപിച്ച ശേഷം അറിഞ്ഞും അറിയാതെയും വന്ന തെറ്റുകൾക്ക് ഭഗവാനോട് ക്ഷമാപണം നടത്തേണ്ടതാണ്. സാധാരണയായി ധ്യാനത്തിനു ശേഷം മന്ത്രം ജപിക്കുക എന്നതാണ് രീതി. ധ്യാനം ഇപ്രകാരമാണ്: നമഃ ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർധരാഭ്യാം നാഗേന്ദ്രകന്യാം വൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കരപാർവതിഭ്യാം. ഇനി മൃത്യുഞ്ജയ മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സുഗന്ധമുള്ളതും എല്ലാ ജീവജാലങ്ങൾക്കും അഭിവൃദ്ധി നൽകുന്നവനും തൃക്കണ്ണുകളോട് കൂടിയവനുമായ, അതായത് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നീ കണ്ണുകളോട് കൂടിയവനുമായ പരമേശ്വരനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. വെള്ളരിച്ചെടിയിൽ നിന്ന് വെള്ളരിക്ക സ്വയം ഊർന്നു മാറുന്നതുപോലെ മരണത്തിൻ്റെ പിടിയിൽ നിന്നും ത്രയംബകം എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ മരണം സ്വാഭാവികമുള്ളതാക്കി എന്നെ മോക്ഷമാർഗത്തിൽ എത്തിക്കണമേ. ഈ ജന്മത്തിലെ നിയോഗിക്കപ്പെട്ട കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സ്വാഭാവികമായും ഈ ശരീരത്തിൽ നിന്നും സ്വയം വേർപെടേണ്ട സമയത്ത് മാത്രം എൻ്റെ ജീവൻ്റെ ബന്ധം ഈ ശരീരത്തിൽ നിന്നും മാറ്റണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതുവരെ ചെടിയിലിരുന്ന് പൂത്തും കായ്ച്ചും പാകപ്പെട്ടു വന്ന വെള്ളരിക്ക അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ സ്വയം ആ ചെടിയിൽ നിന്നും വേർപെട്ട് ചെടി സ്വയം ഉണങ്ങി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മനുഷ്യനും മുക്തിയിലേക്കുള്ള ഒരു മാർഗമായി ജീവിതത്തെ കാണേണ്ടതാണ്. ഓം നമഃ ശിവായ.